വെൽക്കം ടു മൈ ചാനൽ. ഞാനിപ്പം എൻ്റെ അടുക്കള ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതാണ് യൂഷ്വലി നമ്മൾ കുക്ക് ചെയ്യുന്ന അടുക്കള. അതായത് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചുമൊക്കെ കുക്ക് ചെയ്യുന്നൊരു അടുക്കള. അപ്പോൾ വൈറ്റ് കിച്ചനോടൊരു പ്രത്യേക ഇഷ്ടമുള്ളതുകൊണ്ട് നാട്ടുമ്പുറം ആയതുകൊണ്ട് നമ്മൾ ഒരു നോർമൽ രീതിയിലുള്ളൊരു കിച്ചനാണ് ഉണ്ടാക്കിയത് വീട് റിനോവേറ്റ് ചെയ്ത സമയത്ത്. ഇതൊരു പഴയ വീട്, 50 വർഷം പഴക്കമുള്ളൊരു വീടിനെ നമ്മൾ റിനോവേറ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ പഴയ വീടിൻ്റെ ജനലൊക്കെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇത് ഒരു പുതിയ ജനലാണ് കേട്ടോ, ഇതൊരു പഴയ ജനലാണ്. അപ്പോൾ ഞാൻ കാണിക്കാൻ ഉദ്ദേശിച്ച ഇതൊന്നുമല്ല, നമുക്ക് പുറത്തൊരു അടുക്കളയുണ്ട്. അപ്പം നമ്മുടെ ഒരു ബിഗ് ഡീൽസൊക്കെ നടക്കുന്നത്, അതായത് എനിക്ക് പിക്കിളിൻ്റെയും ജ്യൂസിൻ്റെയും വൈനിൻ്റെയൊക്കെ സെയിലുണ്ട്. ഈ ക്രിസ്മസ് സമയമാകുമ്പം ഇതൊക്കെ കുറേയൊക്കെ ഓർഡേഴ്സ് കിട്ടും. അല്ലാതെ ബീഫിൻ്റെയും ട്യൂണ പിക്കിൾസൊക്കെ ഞാൻ ഇവിടെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് കണ്ടാൽ വലിയ വൃത്തിയൊന്നും ഇല്ലെങ്കിലും ഇതൊരു നൊസ്റ്റാൾജിയ ഉള്ളൊരു അടുക്കളയാണ്. പണ്ട് അമ്മച്ചിമാരൊക്കെ ഉള്ള സമയത്ത് ഇത് വാഴക്കൊല കെട്ടി തൂക്കുന്ന ഒരു എന്താണ് അതിന് പറയുന്നത്, അതിൻ്റെ ഒരു അപ്പാരറ്റസ് എന്ന് പറയാം. ഇതിലാണ് ഞങ്ങൾ വാഴക്കൊല കെട്ടി തൂക്കുന്നത്. അപ്പോൾ ഇവിടെ പറമ്പിലൊക്കെ റബ്ബറൊക്കെ ഉള്ളത് കാരണം എപ്പോഴും മരങ്ങൾ ഒടിഞ്ഞ് വീഴുകയും നമുക്ക് എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അടുപ്പുണ്ട് നമുക്കിവിടെ. ഇതിലുണ്ടാക്കുന്ന ബീഫ് ഉലർത്തിയതൊക്കെ ഉണ്ടല്ലോ, എന്നാ ടേസ്റ്റാണെന്നറിയാവോ. ഈ ഒരു ഉരുളിക്കകത്താണ് ബീഫ് ഉലർത്തുന്നത്. ഇത് നമ്മുടെ ചട്ടികളും കലങ്ങളും ഇങ്ങനെയുള്ള പഴയ സാധനങ്ങളൊക്കെയാണ്. ഇപ്പോഴും ഞങ്ങൾ ഈ അമ്മിക്കല്ലിലാണ് ചമ്മന്തിയും പറ്റുവാണെങ്കിൽ ആരോഗ്യമൊക്കെ നല്ലതായിട്ടുള്ള ദിവസങ്ങളിലൊക്കെ ഇതിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. എന്താണ്, കറിക്കൊക്കെ അരയ്ക്കുന്നതും കപ്പയൊക്കെ പുഴുങ്ങുമ്പം നമ്മൾ കാന്താരി ചമ്മന്തിയൊക്കെ ഉടയ്ക്കത്തില്ല. അപ്പോൾ ഇവിടെയാണ് എൻ്റെ ഒരുവിധം ഉള്ള കണ്ടാലൊരു വൃത്തിയില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഇതൊരു പക്ക സുറിയാനി അടുക്കളയാണ്. ഇവിടെ നമ്മൾ കലത്തിനകത്ത് മോര് കാച്ചിയതും നമ്മുടെ ചട്ടിക്കകത്ത് ഉണ്ടാക്കുന്ന മീൻകറിക്കൊക്കെ അപാര ടേസ്റ്റ് തന്നെയാണ് കേട്ടോ, പറയാതിരിക്കാനൊക്കത്തില്ല. പിന്നെ വലിയ കുക്കിങ്ങൊക്കെ അപ്പുറത്തെ അടുക്കളയ്ക്കകത്ത് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതൊരു ആ കിച്ചൺ മുഴുവൻ വൃത്തികേടാകും. അപ്പം നമ്മളിങ്ങനെ ഈ പറിക്കുന്ന കാച്ചിലോ ചേമ്പോ ചേനയോ ഒക്കെ നമ്മളിവിടെ സ്റ്റോർ ചെയ്യും. പിന്നെ പഴയതായിട്ടുള്ള കുടംപുളി, ഇഞ്ചി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പം ഇന്നെനിക്ക് പിന്നെയും ഞാൻ കുറച്ച് ചൈനീസ് ഓറഞ്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അങ്ങേ അടുക്കളയ്ക്കകത്താണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഇത് അവിടെ മുഴുവൻ വൃത്തികേടാവും കേട്ടോ, ഈ പുളിയെല്ലാം വീണിട്ട് അങ്ങനെ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു സെറ്റ് ഞാൻ പിഴിഞ്ഞെടുത്തു, അതാണിത്. ഇത് ഞാൻ ഫ്രീസറിൽ സ്റ്റോർ ചെയ്യും കേട്ടോ. സ്റ്റോർ ചെയ്തിട്ട് ആവശ്യാനുസരണം ജ്യൂസാക്കിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു തോട് എന്നാ ചെയ്യുമെന്നറിയാവോ, ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഉപ്പിട്ട് നമ്മൾ നല്ലോണം ആവി കയറ്റി എടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് വെള്ളവും ഉപ്പും ഇട്ടിട്ട് ചട്ടിക്കകത്ത് ഇത് ആവി കയറ്റി എടുക്കും. എന്നിട്ട് നോർമലി നമ്മൾ അച്ചാർ ഉണ്ടാക്കുകയല്ലേ, നല്ലെണ്ണ ചൂടാകുമ്പം കുറച്ച് കായം വറുത്ത് കോരിയിട്ട് അതിനകത്തേക്ക് കടുക്, വേണമെങ്കിൽ ഓപ്ഷണലാണ് ഉലുവാപ്പൊടി ചേർത്താൽ മതി. കടുകിട്ട് പൊട്ടുന്ന ഉടനെ നല്ല കനം കുറച്ച് അരിഞ്ഞ് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കരിയാപ്പിലയും അതിനകത്തിട്ട് നല്ല ചുവക്കെ അങ്ങോട്ട് വറുക്കണം. വറുത്തേച്ച് നമ്മൾ ആദ്യം വറുത്ത് വെച്ചേക്കുന്ന കായം ഉണ്ടല്ലോ അത് കല്ലേലൊന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഞങ്ങൾ. എന്നിട്ട് കുറച്ച് മുളക് പൊടിയും ഉലുവാപ്പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി ഒരു പാത്രത്തിലെടുത്ത് വയ്ക്കും. ഇതൊക്കെ മൂത്ത് അങ്ങോട്ട് വരുന്ന ഉടനെ ഈ എണ്ണയ്ക്കകത്തേക്ക് പൊടികളും കൂടെ അങ്ങോട്ട് ഇട്ട് വഴറ്റി കുറച്ച് വേണമെങ്കിൽ വിനീഗർ കുറച്ച് ചേർക്കാം. ഒരു 1/4 ഗ്ലാസ്സോളം വിനീഗർ, ഇത്രയും സാധനത്തിന് ഒരു 1/4 ഗ്ലാസ് വിനീഗർ ചേർത്ത് അതിനകത്തൊരു നല്ല രീതിയിൽ ഇച്ചിരി പഞ്ചസാര കേട്ടോ, ഒരു 2 കപ്പോളം പഞ്ചസാര ഇട്ടാൽ നല്ലതാണ്, അല്ലെങ്കിൽ 1 കപ്പ് ഇടാം. പകരം നമുക്ക് ഡേറ്റ്സും ചേർക്കാം കേട്ടോ, നല്ല ഇച്ചിരി മധുരമുള്ളതാണ് നല്ലത്. സ്വീറ്റ് പിക്കിളിനായിരുന്നു നല്ലത്. ഇത് ഇനി എടുക്കാനുള്ളത്. അപ്പോൾ ഇതൊക്കെ ഞാൻ സ്റ്റോർ ചെയ്യും കേട്ടോ. എന്നിട്ട് ഞാനിങ്ങനെ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റായിട്ട് കൊടുക്കുകയും ഒക്കെ ചെയ്യും. ഇത് പണ്ട് ടപ്പർവെയറിലുണ്ടായിരുന്നപ്പം എനിക്ക് ആമസോണിൻ്റെ ഒരു ഗിഫ്റ്റ് വൗച്ചർ കിട്ടിയതാണ്. എത്രയാണ്, ഒരു 10,000 റുപ്പീസിൻ്റെ എങ്ങാണ്ട് ഒരു വൗച്ചർ കിട്ടിയപ്പോൾ ആദ്യം ഞാൻ മേടിച്ച ഒരു ബാംബൂവിൻ്റെ ബാസ്ക്കറ്റാണ്. ഇതൊരു 16 ഇയേഴ്സൊക്കെ ആയി കാണുമെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴും എൻ്റെ കൂടെ സന്തത സഹചാരിയായിട്ട് ഞാൻ എവിടെ പോയാലും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുക്കാൻ പോകുമ്പോഴൊക്കെ ഈ കുട്ടയും കൊണ്ടാണ് പോകണേ.
പല വീടുകളിലും ഇന്ന് ഇങ്ങനെയുള്ള കിച്ചണൊന്നും കാണാനുണ്ടാവില്ലല്ലോ. അപ്പോൾ ചിലർക്കിത് എന്നാ വൃത്തികെട്ടൊരു അടുക്കളയാന്ന് തോന്നുന്നു. ചിലർക്കിത് കുഞ്ഞിലേ അവർ കണ്ടിട്ടുള്ള പുകയും കരിയും ഒക്കെ പിടിച്ചൊരു അടുക്കള, അതൊരു നൊസ്റ്റാൾജിയ തന്നെയാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്പേസാണ് കേട്ടോ. അതായത് കൂടുതൽ കുക്ക് ചെയ്യുമ്പം ബീഫ് അച്ചാറും മീനച്ചാറും ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കൂടുതൽ കുക്ക് ചെയ്യുമ്പം എനിക്ക് ഈ അടുക്കള തന്നെയാണ് ഇഷ്ടം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും എൻ്റെ വീഡിയോ മുഴുവൻ കാണണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.